വ്യൂവേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ മുഖത്തുണ്ടാകുന്ന 4 സുപ്രധാന മാറ്റങ്ങളെ പറ്റിയിട്ടാണ് കേട്ടോ. ഈ മാറ്റങ്ങൾ മുഖത്ത് കാണുന്നവർ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവർക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിലേ പറയാം, ഈ പറയുന്ന 4 ലക്ഷണങ്ങളോ വീഡിയോയിൽ ഇതുവരെ പറഞ്ഞിട്ടുള്ള യാതൊരു ലക്ഷണങ്ങളോ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോഴും ഓരോരുത്തരുടെയും ശരീരപ്രകൃതിയും ഡിഫറെൻ്റ് ആണ്. വളരെയധികം വിയേർഡായിട്ടുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളാണ് പലർക്കും തന്നെ ഉണ്ടാവുന്നത്. പ്രഗ്നൻസിയുടേതാണെന്ന് നമ്മൾ വിചാരിക്കുന്ന സോ കോൾഡ് പ്രഗ്നൻസി ലക്ഷണങ്ങളൊന്നും അല്ല ഇപ്പോൾ പലർക്കും ഉണ്ടാകുന്നത് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പ്രഗ്നൻസിയുടേതായിട്ടുള്ള ലക്ഷണങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലും ഒന്നും തന്നെ അങ്ങനെ പ്രത്യേകം പറയുന്നത് അങ്ങനെയുള്ളൊരു മാറ്റം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്നും കാണുന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. എക്സ്പെക്റ്റഡ് പീരീഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ബ്ലീഡിങ് വരുന്നുണ്ടെങ്കിലും ആ ബ്ലീഡിങ് പോകുന്നതിൻ്റെ അളവ് എത്രത്തോളം ആണെന്നുള്ള കാര്യവും കൂടി നിങ്ങൾ മോണിറ്റർ ചെയ്യണം കേട്ടോ. കാരണം ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ടായിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഈ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ആദ്യം ഉണ്ടാവുന്നത് നമ്മുടെ കണ്ണിൽ തന്നെയാണ്. ഈ 4 മാറ്റവും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ കണ്ണിലും കണ്ണിന് താഴെയുള്ള ഭാഗത്തും ഒക്കെ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് കണ്ണിലുണ്ടാകുന്ന പഫി ഐസ് ആണ്. നമ്മുടെ കണ്ണിൻ്റെ താഴെയായിട്ട് നമ്മൾ ഉറങ്ങാതാവുമ്പോഴേക്കും കണ്ണിന് ആ ഒരു തടം വീർത്തിരിക്കുന്നത് പോലെ ഉണ്ടാവില്ലേ, അതുപോലെ കണ്ണിന് മുകളിലുള്ള കൺപീലിയുടെ ഭാഗവും ഒന്ന് വീർത്തിരിക്കുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. സാധാരണ ഉറക്കക്കുറവ് ഒരു 2-3 ദിവസമൊക്കെ നമുക്ക് ഫീൽ ചെയ്ത് കഴിയുമ്പോഴാണ് ചിലർക്കൊക്കെ ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം ഈ ഒരു ലക്ഷണം കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ പഫി ആയിട്ട് നമുക്ക് ഐസ് ഫോം ചെയ്ത് വരിക ഹോർമോണൽ ഇൻക്രീസ് കൊണ്ടാണ് പലർക്കും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത് കേട്ടോ. പ്രഗ്നൻ്റ് ആകുമ്പോൾ പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് നമുക്ക് ഉണ്ടാകും. ഇതുമായിട്ടൊക്കെ ഫസ്റ്റത്തെ ട്രൈമസ്റ്ററിൽ ബോഡി പൊരുത്തപ്പെടാനായിട്ട് കുറേ ടൈം എടുക്കും. ഈ ടൈം എടുക്കുമ്പോഴേക്കും ഒരുപാട് റിയാക്ഷൻസ് ഈ ഹോർമോൺ ചേഞ്ചസ് കൊണ്ട് നിങ്ങൾക്ക് ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. രണ്ടാമതായിട്ട് വരുന്നത് ഡാർക്ക് സർക്കിൾസ് ആണ്. കണ്ണിന് താഴെയായിട്ടുള്ള പോർഷനിലും മൂക്കിന് സൈഡിലായിട്ടുള്ള ഭാഗത്തും ചുണ്ടിന് താഴെയായിട്ടുള്ള ഭാഗങ്ങളിലുമൊക്കെ നിങ്ങൾക്ക് നിറവ്യത്യാസങ്ങൾ ഉണ്ടാകും. ഇവിടെ ഡാർക്ക് സർക്കിൾസ് പലർക്കും പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ ഫോം ചെയ്യാറുണ്ട്. മെലാസ്മ എന്നൊരു കണ്ടീഷൻ വെച്ചിട്ട് പലർക്കും ഇങ്ങനെ ഡാർക്ക് സർക്കിൾസ് ഉണ്ടാവാറുണ്ട്. നമുക്ക് കണ്ണിന് താഴെയൊക്കെ കറുത്ത പാട് ഒരുപാട് നേരം ഫോൺ യൂസ് ചെയ്യുന്നവർക്ക്, അല്ലെങ്കിൽ ഉറക്കം കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാത്തവർക്ക്, ഒരുപാട് ടെൻഷൻ ഉള്ളവർക്കൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ മറ്റൊരു മാറ്റമാണ് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ച്. പെട്ടെന്നൊരു ഹോർമോൺ ഹൈക്ക് ഉണ്ടാകുമ്പോഴും ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും ഒക്കെ ഇൻക്രീസ് ആകുന്നത് കൊണ്ട് പലർക്കും ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് കണ്ണിന് താഴെയൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെ അസ്വസ്ഥതകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഇങ്ങനെ ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് ഒക്കെ നിങ്ങൾക്ക് ആ ഒരു ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഹോർമോൺസ് ഒക്കെ ഒന്ന് നോർമലായി കഴിയുമ്പോഴേക്കും മാറും കേട്ടോ. ഇങ്ങനെയുള്ള പാടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഫോൺ യൂസ് ചെയ്ത് സിറ്റുവേഷൻ വേഴ്സ് ആക്കാതിരിക്കുക. കുറച്ച് നേരം ഒന്ന് കണ്ണൊക്കെ അടച്ചു വെച്ച് ക്യൂക്കുമ്പറൊക്കെ നമ്മുടെ കണ്ണിലൊക്കെ വെച്ചിട്ട് ഒന്ന് റിലാക്സ് ആകാനായിട്ടൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. മൂന്നാമതായിട്ടുണ്ടാകുന്നതാണ് നമ്മുടെ കണ്ണിൽ നോക്കുമ്പോൾ തന്നെ ടയേർഡ്നെസ് ഉണ്ടാവുക. ഇപ്പോൾ എൻ്റെ ഒരു പ്രഗ്നൻസി സമയത്ത് എൻ്റെ മുഖത്ത് നല്ലൊരു തിളക്കം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ മുഖം അതുപോലെ കണ്ണ് ഒക്കെ ഭയങ്കര ടയേർഡായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടും പറഞ്ഞിട്ടുണ്ട് കണ്ണിൽ ഇങ്ങനെ തളർച്ചയൊക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്ന കണ്ടിട്ട് റിലേറ്റീവ്സ് ഒക്കെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞപ്പോൾ പോസിറ്റീവ് ആയി എന്നുള്ളത്. നമ്മുടെ ആ ഒരു വിളർച്ച നമ്മുടെ മുഖത്ത് നോക്കിയാൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചിലവരുടെ കണ്ണ് ആ പ്രഗ്നൻസി ആവുന്ന സമയത്ത് തൂങ്ങിയിരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ കണ്ണിലൊരു ടയേർഡ്നെസ് ഫീൽ ചെയ്യില്ലേ, അതുപോലെ ആയിരിക്കും ത്രൂ ഔട്ട് ആ ഒരു സമയത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉറങ്ങി എഴുന്നേക്കണ്ട, പക്ഷേ ജസ്റ്റ് ഇരിക്കുന്ന സമയത്താണെങ്കിലും ഒന്ന് എഴുന്നേറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ കണ്ണൊക്കെ ഭയങ്കര ടയേർഡായിട്ടിരിക്കുന്നത് പോലെ തോന്നും. പലരും നമ്മുടെ അപ്പോൾ അമ്മൂമ്മമാരൊക്കെ ആണെങ്കിലും, നമ്മുടെ അമ്മമാർക്ക് അത്ര അങ്ങോട്ട് കഴിവുണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷെ നമ്മുടെ അമ്മൂമ്മമാരും അവർക്ക് മുമ്പുള്ള ജനറേഷനൊക്കെ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് എളുപ്പത്തിൽ ഈ ഒരു വ്യത്യാസം കാണുമ്പോഴേക്കും ഇത് പ്രഗ്നന്റ് ആണല്ലോ എന്ന് പറയാനായിട്ട് അവർക്ക് സാധിക്കും കേട്ടോ. അടുത്തൊരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മുടെ കണ്ണിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുന്നതാണ്. നമുക്ക് കണ്ണിൽ ഇറിറ്റേഷൻ, ആ ഒരു ഡ്രൈനെസ് പലപ്പോഴും ആ ഒരു പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്. പലരും കണ്ണ് ഒരുപാട് ഇങ്ങനെ ഇട്ട് ചൊറിയുന്നത് കാണാം. അതെല്ലാം നമ്മളിൽ ഉണ്ടാകുന്നത് പലതരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ്. ഏറ്റവും ആദ്യത്തെ ഹോർമോണൽ ഇൻക്രീസ് ആണെങ്കിൽ രണ്ടാമത്തേത് ഡീഹൈഡ്രേഷന്റെ കാരണം കൊണ്ടായിരിക്കും. ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ കൃത്യമായിട്ട് വെള്ളം കിട്ടാതെ വരിക. നമ്മളിപ്പോൾ നോർമലി നല്ലതുപോലെ വെള്ളം കുടിക്കുന്ന ഒരാളായിരിക്കും, പക്ഷേ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് എംബ്രിയോ ഫോർമേഷനും ഒക്കെ
ആയിട്ടും എംബ്രിയോയുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ ആയിട്ടും നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തിന്റെ മെജോറിറ്റി പോർഷനും അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ റിക്വയർമെന്റ് ഫുൾഫിൽ ചെയ്യാൻ പാകത്തിന് നമുക്ക് വാട്ടർ റിക്വയർമെന്റ് ശരീരത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ഡിഹൈഡ്രേഷൻ അവിടെ സംഭവിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതൊന്ന് ഓവർകം ചെയ്യാനായിട്ട് നിങ്ങൾ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് 1 ലിറ്റർ വെള്ളം നിങ്ങൾ ഒരു ദിവസം കുടിക്കുന്നുണ്ടെങ്കിൽ അത് 2 ലിറ്റർ ആയിട്ട് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. അത് പറ്റുന്നില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 1.5 ലിറ്റർ ആയിട്ടെങ്കിലും നിങ്ങൾ കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മളിലുണ്ടാവുന്ന ഉറക്കക്കുറവാണ്. നമ്മൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ചിലരിപ്പോൾ രാവിലെയൊക്കെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ രാത്രിയാകുമ്പോൾ ഉറക്കം കിട്ടില്ല. അങ്ങനെ വരുമ്പോഴേക്കും ഹോർമോൺസിന്റെ പ്രവർത്തനം ഒന്നും കൃത്യമായിട്ട് നടക്കില്ല. രാത്രി നമുക്ക് കൃത്യമായിട്ടുള്ള അളവിൽ ഉറക്കം കിട്ടിയിട്ടില്ല എങ്കിൽ പിറ്റേ ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ കണ്ണിലും നമ്മുടെ മുഖത്തും നമ്മുടെ ആ ഒരു തലവേദനയൊക്കെ ആയിട്ട് ഒരുപാട് ഇറിറ്റേഷൻ നമുക്ക് ഉണ്ടാകും. അപ്പോൾ അതും മറ്റൊരു റീസൺ ആണ് കേട്ടോ. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഹെവി ആയിട്ട് ജോലികൾ ചെയ്യുക. ഇപ്പോൾ ഓഫീസിൽ പോയി നല്ലതുപോലെ ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് നിങ്ങൾക്ക് ഒരുപാട് ജോലികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭയങ്കര ടയേർഡായി പോകും. ഇങ്ങനെ ടയേർഡ് ആകുന്നതും നിങ്ങളുടെ ഫേസിൽ പെട്ടെന്ന് തന്നെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടറിലൊക്കെ ഒരുപാട് ജോലികൾ ചെയ്യുന്നവരാണെങ്കിൽ, ഇപ്പം ഫോണിൽ തന്നെ നല്ല ജോലികളൊക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻ ടൈം വളരെയധികം കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോഴേക്കും കണ്ണിന്റെ ആ ഒരു ടയർഡ്നെസ് ഒക്കെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ ഒരു സമയത്ത് തന്നെ ഡെവലപ്പ് ആകാനായിട്ട് തുടങ്ങും കേട്ടോ. ഇനി ഈ ഒരു ലക്ഷണങ്ങളൊന്നും കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. തുടക്കത്തിലേ പറഞ്ഞതുപോലെ ഈ ലക്ഷണങ്ങളില്ലെങ്കിലും ഒരുപാട് പേര് പ്രഗ്നന്റ് ആകുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കണ്ണിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കുക. ഫോണും അതുപോലെയുള്ള കമ്പ്യൂട്ടറും ഒക്കെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചൊന്ന് നിങ്ങൾ റിലാക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സ്പെക്സ് വെക്കേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സിസ്റ്റം യൂസ് ചെയ്യുന്ന സമയത്ത് സ്പെക്സ് വെക്കുന്നതും അതായത് നമ്മൾ കണ്ണട വെക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.